കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനജീവിതം തെരുവ് നായ്ക്കൾക്ക് തുല്യമാകുന്നു. ലോട്ടറി കച്ചവടം കൊണ്ട് ജനജീവിതം അമ്മാനമാടുന്ന ഈ കേരളം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് ആശ്രയമാകുന്ന സപ്ലൈകോ പൂട്ടിക്കെട്ടുന്ന പക്കലേക്ക് എത്തുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കുതിച്ചു ഉയർന്നോടെ നിരവധി പേരാണ് സപ്ലൈകോയിൽ വന്ന് നിരാശരായി മടങ്ങുന്നത്. നമസ്കാരമുണ്ട്. നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് തൊടുപുഴ അതീവ ഗുരുതരമായ ഒരു രീതിയിൽ കൂടെ കടന്നു പോവുകയാണ്. ജനങ്ങളുടെ സാധാരണ ജീവിതം ഏത് രീതിയിലാവുമെന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാധാരണ വിലക്കയറ്റം കൊണ്ട് അടിക്കടി ഓരോരോ സാധനങ്ങൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുപയോഗങ്ങളുടെ ഒന്നും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇരിക്കുകയാണ്. ഏക ആശ്രയം സപ്ലൈകോ ആയിരുന്നു. ഈ സപ്ലൈകോയിൽ പകുതി സാധനങ്ങളും ഇല്ല. നമുക്ക് കയറി നോക്കാം. ഇവിടെ തൊടുപുഴ സപ്ലൈകോയിലാണ്. തൊടുപുഴയെ സംബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ജനജീവിതം പൊറുതിമുട്ടുകയാണ്. ഈ അവസരത്തിലാണ് ഈ കാലിയായി കിടക്കുന്ന സപ്ലൈകോ. ഇവിടെ ഒരെണ്ണം ത്രിവേണി സൂപ്പർ മാർക്കറ്റ് പൂട്ടിക്കെട്ടിപ്പോയി. അത് പ്രൈവറ്റ് സ്വകാര്യ കമ്പനികൾ നല്ല കടകളിട്ടു. ഇപ്പോൾ ഇതിൻ്റെയും അവസ്ഥ കൂടുതൽ താമസിക്കാതെ പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാണുന്നത്. ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളൊന്നുമില്ല. അരി, വെള്ളരി, പച്ചരി, നല്ല ചോറുണ്ണാൻ വരെ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇതൊന്ന് സൂചിപ്പിക്കുകയാണ് ജനങ്ങളോട്. നാട്ടുരാജ്യ ന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന തീവ്രതയുടെ ചില ലക്ഷണങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഉള്ളവർക്കുണ്ട്, ഇല്ലാത്തവർക്ക് ഇല്ല എന്നുള്ള നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സർക്കാരിൻ്റെയും ഇപ്പോഴത്തെ നിലപാടുകളുടെയും ഈ സാഹചര്യങ്ങൾ നമ്മൾ പറയാതെ വയ്യ. ഇത് തൊടുപുഴ സപ്ലൈകോയുടെ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്കൂൾ തുറന്നപ്പോൾ നിരവധി പേർക്ക് ആശ്രയമായിരുന്ന തൊടുപുഴയിലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് പൂട്ടിക്കെട്ടി. അതിൻ്റെ സമീപത്തുള്ള സപ്ലൈകോയിലും ഇതേ അവസ്ഥയാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള സപ്ലൈകോയിലും സാധനങ്ങളില്ല. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.